പൂർണ്ണ നഗ്നയായി എൻ്റെ മുമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ കിടക്കുന്ന ഒരു യുവതിയോട് ഞാൻ ഇതിനല്ല വന്നത്, ആ പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് വിറ്റത്, ഹോട്ടൽ ഉടമയ്ക്ക് വിറ്റത് ആ പെൺകുട്ടിയുടെ സഹോദരൻ്റെ ഭാര്യയാണ്. ഒളി ക്യാമറയാണ് കയ്യിൽ. എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടെന്ന് അയാൾക്ക് അറിയില്ല. 10 മുതൽ 15 പേർ വരെ വരും ഒരു ദിവസം. അവർക്കെല്ലാം സ്വന്തം ശരീരം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. പൊട്ടിക്കരഞ്ഞിരുന്നു അവർ. നമ്മുടെ വിഷ്വലിൽ അതുണ്ട്. എനിക്ക് ചുറ്റും നിൽക്കുന്നവരെല്ലാം എന്നേക്കാൾ വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർ പറയുന്നുണ്ട്, മോനെ ഇത് A സർട്ടിഫിക്കറ്റിലേക്കാണ് പോകുന്നത്. ഞാൻ വറി ചെയ്തിട്ടേ ഇല്ല. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, അതിന്റെ ഡയലോഗ്സ് കണ്ടാൽ മനസ്സിലാവും, അതിനകത്ത് ഒരു തരത്തിലുള്ള പോളിഷ്നെസ്സും ഇല്ല. നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടാകാം, ഞാൻ കടന്നു വന്നിട്ടുണ്ടാകാം, എല്ലാവർക്കും. രതീഷ് കടന്നു വന്നോന്നാണ് ധ്യാൻ പറഞ്ഞത്. ഈ ഒരു ആരോപണം ഇപ്പോഴും 2 വർഷം കഴിയുമ്പോഴും വേണ്ടയാണ്. ധ്യാനാണ് പറഞ്ഞത്. ഇപ്പൊ ആദ്യം ധ്യാന്റെ കാര്യത്തിലേക്ക് വരാം. ഭർത്തൃമതിയായ ഒരു കാമുകി അവളുടെ ദുസ്സഹമായ ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിനക്കെന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ധ്യാനെന്നല്ല, ലോകത്തിലെ ഏത് കാമുകനും അങ്ങനെ ആയി പോകും. ഒരു ഗ്രാമം മുഴുവൻ ബലാത്സംഗം ചെയ്തപ്പെട്ട സംഭവം എന്നൊക്കെയാണ്. പുലബന്ധം പോലും ഇല്ലാത്ത സംഭവമാണ്. അതേസമയം അവിടെ പോലീസ് അട്രോസിറ്റി നടന്നിട്ടുണ്ട്, ഒരുപാട് പേര് ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്, മറ്റൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഗ്രാമം ഭയങ്കര ട്രോമയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ ട്രോമ നമ്മുടെ സിനിമയിലുണ്ട്. ദിലീപേട്ടനെ പോലെ ഒരാളെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒരു ഷോട്ട് ചെയ്യിപ്പിക്കുമ്പോൾ കുറച്ചൊരു ആത്മവിശ്വാസം കൂടുതൽ വേണം. അത് പല സാഹചര്യങ്ങൾ കൊണ്ടാണ്. ചിലപ്പോൾ നമുക്ക് ആ എക്യുപ്മെന്റ് നമ്മൾ പതിവായിട്ട് മലയാള സിനിമയിൽ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് അല്ലാതെ ഉടൽ കണ്ട് ഇഷ്ടപ്പെട്ട് ദിലീപേട്ടൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചാണ്. അതിന്റെ ബഡ്ജറ്റ് വെച്ചിട്ട് ഇമാജിൻ ചെയ്യാൻ വയ്യാത്ത സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയ സിനിമയാണ്. പക്ഷെ ഉടൽ അർഹിച്ച രീതിയിൽ അത് ആ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് എന്നിൽ വലിയ നിരാശ ഉണ്ടായി. ഉടലിന്റെ ചില ആവശ്യങ്ങൾ നിവർത്തീകരിക്കാൻ വേണ്ടി ഷൈനിപ്പെടുന്ന ഒരു പാടുണ്ട്, പെടാപ്പാടാണ്. ശരിക്കും അത് ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ലേ? ഞാൻ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് തോന്നുന്നത് ഈ നിലയിലേക്ക് ഒരു ചോദ്യം എൻ്റെ നേരെ വരുന്നത്. ഈ പറയുന്ന സെക്സോ ഈ പറയുന്ന വയലൻസോ ഒന്നും അല്ല ഉടലെന്ന സിനിമ ഒരു ഗൗരവമുള്ള ചർച്ചയ്ക്ക് വഴി തുറക്കേണ്ടതെന്ന് ഞാൻ ആ സിനിമ ചെയ്യുമ്പോഴും വിചാരിച്ചിരുന്നു, സിനിമയ്ക്ക് ശേഷവും വിചാരിച്ചിരുന്നു. തങ്കമണിയിലേക്ക് വന്നാൽ അവർക്ക് നീതി കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാവുമോ? നിയമപരമായ ഒരു നീതിയൊക്കെ ഇനി സാധ്യമാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ദിലീപേട്ടൻ രാവിലെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ദിലീപേട്ടാ ഇതൊന്ന് കൈകാര്യം ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. മോൻ്റെ പ്ലാൻ എന്താണ്, മോൻ്റെ ഇതെന്താണ്? ഇങ്ങനെയാണ്, കണ്ടോ, നീറ്റ് ആൻഡ് ക്ലിയർ. 3 ദിവസം ഏത് സമയവും നമ്മുടെ ആരുടെയും ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒന്ന് ഈ സിനിമയിൽ. സംവിധായകൻ രതീഷ് രഘുനന്ദനാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഹായ് രതീഷ്. ഹായ്, നമസ്കാരം. കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട്. അതെ. ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് തങ്കമണിയുടെ റിലീസാണ്. അതെ. തങ്കമണിയെക്കുറിച്ച് എന്തൊക്കെ പറയാൻ പറ്റും എന്ന് ചോദിച്ചാൽ നാട്ടുകാർ കുറേ പറയാനുണ്ട്. അതെ. അതിനപ്പുറത്തേക്ക് ഇപ്പൊ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം സിനിമ വരുന്നുണ്ടല്ലോ. പറയാൻ പറ്റുന്നത് പറയും. തങ്കമണി എന്ന് പറയുന്ന സിനിമയുടെ ടൈറ്റിൽ അനൗൺസ് ചെയ്തതിന് ശേഷം ഏതാണ്ട് 200ഓളം വീഡിയോസ് യൂട്യൂബ് ചാനലുകളിൽ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആളുകൾക്ക്, ഏറെക്കുറെ ആളുകൾക്ക് അറിയാൻ തോന്നുന്നു എന്താണ് തങ്കമണി സംഭവം എന്താണെന്നൊക്കെ ആളുകൾക്ക് അറിയാമെന്ന് തോന്നുന്നു. നമ്മുടെ സിനിമ ആദ്യ സീൻ മുതൽ അവസാന സീൻ വരെ തങ്കമണി സംഭവം പറയുന്ന ഒരു സിനിമയല്ല. തങ്കമണി സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട തീർത്തും ഫിക്ഷണലായ ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഈ തങ്കമണി സംഭവത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്ന അത്തരം കാര്യങ്ങളെല്ലാം ഈ സിനിമയിൽ പ്രതീക്ഷിക്കരുത്. അതിൽ ഞാൻ മുമ്പ് നമ്മൾ തമ്മിൽ പേഴ്സണലി സംസാരിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്തം വിട്ടുപോയിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ട്. പലതും വാസ്തവമായി ഒരു ബന്ധവുമില്ലാത്ത സംഗതികളാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു ഗ്രാമം മുഴുവൻ ബലാത്സംഗം ചെയ്തപ്പെട്ട സംഭവം എന്നൊക്കെയാണ്. പുലബന്ധം പോലും ഇല്ലാത്ത സംഭവമാണ്. അതേസമയം അവിടെ പോലീസ് അട്രോസിറ്റി നടന്നിട്ടുണ്ട്, ഒരുപാട് പേര് ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്, മറ്റൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഗ്രാമം ഭയങ്കര ട്രോമയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ ട്രോമ നമ്മുടെ സിനിമയിലുണ്ട്. അതിനപ്പുറത്തേക്ക് ജയൻ്റായ ആയിരക്കണക്കിന് പോലീസുകാർ വന്ന് 100 കണക്കിന് വീടുകളിൽ കയറുന്ന തരത്തിലുള്ള വിഷ്വൽ ട്രീറ്റോ അതൊന്നും അല്ല നമ്മുടെ സിനിമ. നമ്മുടെ സിനിമ ഒരു ഇമോഷണൽ ഡ്രാമയാണ്, ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമയാണ് നമ്മുടെ സിനിമ. ഇതിനോടൊപ്പം പേര് റിവീൽ ആയിട്ടുണ്ട് കേന്ദ്ര കഥാപാത്രത്തിൻ്റെ. ആബേൽ ജോഷുവ മാത്തൻ എന്നാണ് ദിലീപേട്ടൻ അവതരിപ്പിക്കുന്ന സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേര്. ആബേൽ ജോഷുവ മാത്തൻ്റെ കുടുംബമാണ് നമ്മുടെ സിനിമയുടെ നട്ടെല്ല്. അയാളുടെ കുടുംബജീവിതമാണ് നമ്മൾ സിനിമ പറയുന്നത്. അയാളുടെ ചുറ്റുപാടുമുള്ള ആ നാട്, ഈ കഥാപാത്രത്തിൻ്റെ കുടുംബം, മറ്റെല്ലാ വീടുകളിലേക്കും ഒരു അല പോലെ വന്നു കയറിയ തങ്കമണി സംഭവം ഈ കുടുംബത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇതാണ് ശരിക്കും തങ്കമണി സിനിമ. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആദ്യ സീൻ മുതൽ അവസാന സീൻ വരെ തങ്കമണി സംഭവം പറയുന്ന ഒരു സംഗതിയല്ല നമ്മുടെ സിനിമ. ഈ വർത്താനം പറയാനുള്ള മിടുക്കുള്ള ഒരാളാണ് രതീഷ്, അത് എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. ദിലീപേട്ടൻ അടിച്ചു വീഴ്ത്തണം, അതിനൊരു സ്കില്ല് വേണം. ദിലീപേട്ടൻ ഫസ്റ്റിൽ തന്നെ കഥ പറയുമ്പോൾ തന്നെ
വീഴുന്നതാണ് ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ദിലീപേട്ടനെ വീഴ്ത്തി? ദിലീപേട്ടൻ എന്നല്ല, ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് അടിച്ചു വീഴ്ത്താൻ പറ്റൂല. വർത്തമാനം പറഞ്ഞ് അടിച്ചു വീഴ്ത്താൻ പറ്റില്ല. കാരണം ദേ ആർ ലെജൻഡ്സ്, എല്ലാം കണ്ടിട്ടുള്ളവരാണ്. ദേ ആർ വെൽ എക്സ്പീരിയൻസ്ഡ്. ദിലീപേട്ടൻ 30 വർഷത്തെ ആക്ടർ എന്നുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. 10 വർഷം അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്ത ആളാണ്. അപ്പോൾ പിന്നെ സിനിമയുടെ നുക്ക് ആൻഡ് കോർണർ അറിയാൻ പറ്റും. അതുകൊണ്ട് ഒരു രീതിയിലും അങ്ങനെ ദിലീപേട്ടൻ എന്നല്ല, നമ്മുടെ ഇവിടെയുള്ള മുൻനിര ആർട്ടിസ്റ്റുകളെ ഒന്നും അങ്ങനെ വർത്തമാനം പറഞ്ഞ് വീഴ്ത്താനൊന്നും പറ്റില്ല. അവർക്ക് അറിയാം ഒരാൾ വന്നിരുന്ന് പറയുമ്പോൾ. ഉടൽ കണ്ട് ഇഷ്ടപ്പെട്ട് ദിലീപേട്ടൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും നല്ല പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറയുകയും ഞങ്ങൾ ഇരിക്കുകയും ഞാൻ ഈ തങ്കമണി സംഭവം പറയുകയും ഒരു 5 മിനിറ്റ് കൊണ്ടൊരു സംഗതി പറയുകയും ചെയ്തതാണ്. അപ്പം തന്നെ പുള്ളി ഇഷ്ടപ്പെട്ടു. തിരക്കഥ കേൾക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇമ്മീഡിയറ്റ് സിനിമ തുടങ്ങേണ്ടി വന്നതുകൊണ്ട് അതായത് തിരക്കഥ കേൾക്കാൻ പറ്റിയില്ല. പൂർണ്ണമായ തിരക്കഥ അദ്ദേഹം കേൾക്കുന്ന ഷൂട്ടിൻ്റെ തലേ ദിവസമാണ്. പിന്നീട് ദിലീപേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. തിരക്കഥ പൂർണ്ണമായി പലതവണ വായിച്ച് കേട്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ അറിവുകളും കൂടി അതിലേക്ക് വന്ന് പൂർണ്ണ തൃപ്തിയിലെത്താതെ അദ്ദേഹം പലപ്പോഴും സിനിമ ചെയ്യാറില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ പുതിയൊരാൾ ആയിട്ട് അദ്ദേഹം ഒരു സിനിമ ചെയ്യുന്നത്. ബാക്കി എല്ലാ സിനിമകളും അദ്ദേഹത്തിൻ്റെ എടുത്താൽ മലയാള സിനിമയിലെ ലെജൻസിനൊപ്പം, ഏറെക്കുറെ എല്ലാ ലെജൻസിനുമൊപ്പം, അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തുണ്ടായിരുന്ന എല്ലാ ലെജൻസിനുമൊപ്പം ചെയ്ത ആളാണ്. താരതമ്യേന പുതിയ ആളുകളുമായിട്ട് അദ്ദേഹം അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അത് ഞാനുമായിട്ടാണെന്നാണ് തോന്നുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞ കഥയുടെയും ഞാൻ പറഞ്ഞ തിരക്കഥയുടെയും ക്വാളിറ്റി കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടെന്ന് ഉടലിൻ്റെ സമയത്ത് ഞാൻ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. തങ്കമണിയെ കുറിച്ച് മുൻപ് ചോദിച്ചപ്പോഴും നന്നായിരിക്കുമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. സത്യത്തിൽ എന്താ പറയാനുള്ളത്? കുഴപ്പമില്ലായിരിക്കും. തൃപ്തനല്ലേ ശരിക്കും? വർക്ക് കഴിയും. സോ ഹാപ്പി, സൂപ്പർ കോൺഫിഡൻറ്റ്. ഈ വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ അത് തിരക്കഥയാക്കി മാറ്റുമ്പോൾ എങ്ങനെ നമ്മൾ സിനിമയായി ഇത് കാണണമെന്ന് ആഗ്രഹിക്കുന്നു അത് അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതെല്ലായ്പ്പോഴും പറ്റണം എന്നില്ല. നമ്മൾ കഥ ആലോചിച്ച് തിരക്കഥയിലേക്ക് വരുമ്പോൾ ആ കഥ അതിൻ്റെ പൂർണ്ണമായ ഇൻറ്റൻസിറ്റിയോടെ തിരക്കഥയിലേക്ക് വരണം എന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന താരങ്ങൾ, ആർട്ടിസ്റ്റുകൾ ആ സിനിമയിലേക്ക് വരണം എന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന താരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അളവിൽ പെർഫോം ചെയ്യണം എന്നില്ല. മറ്റെന്തെല്ലാം ഏതൊരു ഘട്ടത്തിലും സിനിമ പാളിപ്പോകാം. ഏതൊരു ഘട്ടത്തിലും ഹാപ്പിയാണ്. ഇതിനകത്ത് ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യുന്ന സമയത്തൊരു മനസ്സിനകത്തൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇപ്പോൾ ഇടുക്കിയിലെ സംഭവമാണ്. അപ്പോൾ ഇടുക്കിക്കാർക്കൊരു പ്രത്യേകത ഉണ്ടാവും. അവരുടെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ വാച്ച് ചെയ്തിട്ടാണ്, കാരണം അതിന് ഒരുപാട് റിസർച്ച് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് സെലക്ട് ചെയ്തത്. ഈ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് പറയാൻ കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണത് കണ്ടെത്തി എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയുന്ന പാടാണ്. അപ്പോൾ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്തതെന്ന് പറയും. ഞാനൊരു മലയോര ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആളാണ്. തങ്കമണി ഒരു മലയോര ഗ്രാമമാണ്. ഞാൻ ഒരുപാട് കാലം അവിടെ താമസിക്കുകയും അവിടെ താമസിച്ച് തിരക്കഥ എഴുതുകയും കുറേ കാലം അവിടെ താമസിച്ച് റിസർച്ച് ചെയ്യുകയൊക്കെ ചെയ്ത ആളാണ്. ഒരു മലയോര ഗ്രാമത്തിലെ ആളുകൾ എങ്ങനെ പെരുമാറും എന്ന് നമുക്ക് ജന്മനാ എനിക്കറിയാം. ഞാൻ അങ്ങനെ പെരുമാറുന്ന ഒരാളാണെന്നാണ് എൻ്റെ വിശ്വാസം. തങ്കമണിയിലെ താമസവും കട്ടപ്പനയിലും പരിസരത്തെ താമസം, അവരുമായിട്ട് ഇടപഴകുന്ന അതൊക്കെ കൊണ്ട് ഇവരെങ്ങനെയായിരിക്കും എന്നറിയാം. പിന്നെ സദാ നമ്മുടെ ഉള്ളിൽ ഒരു സ്ട്രീറ്റ് കാസ്റ്റിംഗ് നടക്കുമല്ലോ. സിനിമകൾ കാണുമ്പോൾ മറ്റ് പലതും കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സംഗതി നടക്കും. ഇയാൾ കൊള്ളാം. അപ്പോൾ എഴുതി വരുമ്പോൾ കഥാപാത്രങ്ങൾ തെളിയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 1-2 ഓപ്ഷൻസ് അപ്പം തന്നെ വരാറുണ്ട്. ഒരു കഥാപാത്രം എഴുതി വരുമ്പോൾ, ഇപ്പോൾ ഇതിനകത്ത് ഒരു തങ്കച്ചൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം എഴുതി വരുമ്പോൾ ആ കഥാപാത്രം എഴുതി വരുമ്പോൾ തെളിയുമല്ലോ. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരാൾ വരും, അയാൾ കൊള്ളാം, അയാൾക്ക് ഇങ്ങനെ നമ്മുടെ തങ്കച്ചൻ്റെ മാനസങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അങ്ങനെയാണത് നടക്കുന്നത്. അല്ലെങ്കിൽ പ്രത്യേക താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ഇവരെ ഇന്ന ആളുകളെ കൊണ്ടുവരണമല്ലോ എന്നുള്ള ആഗ്രഹത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് നടക്കില്ല. ശരിയായി നടക്കുള്ളൂ. അത് ശരിയായ പ്രോസസ്സ് അതാണ്. ഞാൻ പരിമിതമായ അനുഭവമേ ഉള്ളൂ എനിക്ക് സിനിമയിൽ. 2ാമത്തെ സിനിമ കഴിയുന്നേ ഉള്ളൂ. കാസ്റ്റിംഗ് ആണ് പ്രധാനപ്പെട്ട ഒരു സംഗതി. അവിടെ പാളിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഓഫ് ദ ഡേ നമ്മൾ ആഗ്രഹിച്ച ഒരു സിനിമ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റില്ല. തങ്കമണി നമുക്ക് കൂടുതൽ പറയേണ്ടതുണ്ട്. പക്ഷെ ഉടൽ സംസാരിക്കുന്ന സമയത്ത് ഉടലിൻ്റെ രാഷ്ട്രീയം ആ സിനിമ ഉയർത്തുന്നുണ്ട്. സന്യസിക്കാൻ പോവേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ സന്യസിക്കാൻ പോവേണ്ടവർക്ക് സന്യസിക്കാൻ പോവാം. ആ ഉടലിനെ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നതെന്ന് അവരുടെ തീരുമാനം.
പക്ഷേ ഉടലിൻ്റെ ചില ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളെ നമ്മൾ സമർത്ഥമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നമ്മളെ തിരിച്ചടിക്കും. അത് നമ്മൾ ഈ പറയുന്ന ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ സംസ്കാരം എന്നൊക്കെ പറയുന്ന സംവിധാനത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഉടലിനെ ഒതുക്കുക എന്ന് പറയുന്ന പാടാണ്. ഈ ഉടലിൻ്റെ രാഷ്ട്രീയം വൃത്തിയായി പറയുന്നുണ്ട്. അതിനകത്ത് ദുർഗ ചെയ്തിട്ടുള്ള ഷൈനി എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ഷൈനി മാത്രമല്ല, ചുറ്റും നിൽക്കുന്നവരൊക്കെ എങ്ങനെയാണ് ഉടലിനെ നോക്കിക്കാണുന്നത് ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ച്. പക്ഷേ ഉടലിൻ്റെ ചില ആവശ്യങ്ങൾ നിവൃത്തീകരിക്കാൻ വേണ്ടി ഷൈനി പെടുന്നൊരു പാടുണ്ട്, പെടാപ്പാടാണ്. ശരിക്കും അത് ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ലേ? തീർച്ചയായിട്ടും. എനിക്ക് ഈ കാര്യം ഞാൻ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് തോന്നുന്നത് ഈ നിലയിലേക്ക് ഒരു ചോദ്യം എൻ്റെ നേരെ വരുന്നത്. യഥാർത്ഥത്തിൽ ഉടൽ വലിയ സക്സസ് ആണ്, എല്ലാവർക്കും അറിയാം, ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ കണ്ടു, സാമ്പത്തികമായി വലിയ നേട്ടം ഉണ്ടാക്കിയ സിനിമയാണ്. അതിൻ്റെ ഫിഗറുകളൊക്കെ നമ്മൾ പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്. വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബഡ്ജറ്റ് വെച്ചിട്ട് ഇമാജിൻ ചെയ്യാൻ വയ്യാത്ത സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയ സിനിമയാണ്. പക്ഷേ തിയേറ്ററിൽ വലിയ റെസ്പോൺസ് ഉണ്ടാക്കിയ സിനിമയാണ്. അതിൻ്റെ എടുത്ത രീതിയെക്കുറിച്ചൊക്കെ വലിയ അഭിനന്ദനങ്ങളൊക്കെ കിട്ടിയ സിനിമയാണ്. പക്ഷേ ഉടൽ അർഹിച്ച രീതിയിൽ അത് ആ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് എന്നിൽ വലിയ നിരാശ ഉണ്ടാക്കി. ആ നിരാശ എനിക്ക് എപ്പോഴും ഉണ്ട്. ഈ പറയുന്ന സെക്സോ ഈ പറയുന്ന വയലൻസോ ഒന്നുമല്ല ഉടലെന്ന സിനിമ ഒരു ഗൗരവമുള്ള ചർച്ചയ്ക്ക് വഴി തുറക്കേണ്ടതെന്ന് ഞാൻ ആ സിനിമ ചെയ്യുമ്പോഴും വിചാരിച്ചിരുന്നു, സിനിമയ്ക്ക് ശേഷവും വിചാരിച്ചിരുന്നു. പിന്നെ ഒരു പേഴ്സണൽ PR-നോ അല്ലെങ്കിൽ ഫിലിം വൈസ് ഒരു PR-നോ ശ്രമിക്കാത്ത ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ഒരിടത്തും ഞാൻ അങ്ങോട്ട് ഈ കാര്യം പുഷ് ചെയ്തിട്ടേ ഇല്ല. എനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നിയൊരു കാര്യം ഒരു സോ കോൾഡ് ഫെമിനിസ്റ്റ് എന്ന് വാദിക്കുന്ന ഒരു നടി, അത്ര മുൻനിരയിലല്ലാത്ത ഒരു നടി ഉടലെന്ന സിനിമ കണ്ടിട്ട് ഫേസ്ബുക്കിൽ കുറിച്ച വാചകങ്ങൾ വളരെ മോശമായിട്ട് ഉള്ള ഒരു റിവ്യൂ സ്വഭാവത്തിലുള്ളതായിരുന്നു. ഇത്രയും വൃത്തികെട്ട ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല, ഇത്രയും മോശമായി ചിത്രീകരിച്ച ഒരു സിനിമ കണ്ടിട്ടില്ല, ഇത്രയും സ്ത്രീയെ വൾഗറാക്കി കാണിച്ചൊരു സിനിമ കണ്ടിട്ടില്ല എന്നുള്ളത് അവർക്ക് ആ രീതിയിൽ ആ സിനിമ കാണാൻ പറ്റുള്ളൂ. ആലോചിക്കണം, അവരൊരു അഭിനേത്രിയാണ്, അവരൊരു ഫെമിനിസ്റ്റ് എന്ന് വാദിക്കുന്ന ആളാണ്, എന്നിട്ട് പോലും ഷൈനിയെ മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയില്ല. അതിലെനിക്ക് ഭയങ്കര നിരാശ തോന്നിയിരുന്നു. ഇത് നമ്മുടെ സംസ്കാരം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവനവൻ്റെ മെൻ്റൽ സ്റ്റേറ്റാണ് ഇതിൻ്റെ ഒരു ഘടകം. ഓരോ സാഹചര്യങ്ങളോടും ഓരോരുത്തർ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണല്ലോ അടിസ്ഥാനപരമായ കാര്യം. യഥാർത്ഥത്തിൽ ഷൈനി ആ സിനിമയിലെ നെഗറ്റീവ് കഥാപാത്രമാണോ? ഒരിക്കലുമല്ല. ഇതൊരു ഷൈനിയുടെ കഥയാണോ? ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കേരളത്തിലെ വീട്ടമ്മമാരിൽ ഒരു 80% ആളുകളും ഏതെങ്കിലും ഒരു വിധത്തിൽ ഭർത്തൃ വീട്ടിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നവരാണ്. അവർക്ക് പൂർണ്ണമായ സന്തോഷം ആസ്വദിച്ചു അവരുടെ പൂർണ്ണമായ സ്പേസിലും അവർക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അവരിൽ ഒരാളാണ് ഷൈനി. ഭർത്താവ് ശാരീരികമായി പരിഗണിക്കാത്തതിനെ കുറിച്ചല്ല പറയുന്നത്, ഇതിനെ അങ്ങനെ വ്യാഖ്യാനിക്കരുത്. കേരളത്തിലെ 80% സ്ത്രീ വീട്ടമ്മമാരും പിന്നെ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എല്ലാവരും വ്യക്തികളാണ്. നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ളൊരു സ്പേസാണ് ആദ്യം ഒരാൾക്ക് ഉണ്ടാകേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ സ്ത്രീകൾക്ക് എത്രത്തോളം അത് സാധ്യമാകുന്നുണ്ട്, പ്രത്യേകിച്ച് ഭർത്തൃ വീട്ടിൽ. ഇതാണ് ഇതിൻ്റെ കോർ. മനസ്സിലായി. അതിനോടൊപ്പം തന്നെ ഈ മനസ്സും ശരീരവും തമ്മിലുള്ള കോർഡിനേഷനെ കുറിച്ച് നമ്മൾ എല്ലാ കാലഘട്ടത്തിലും സംസാരിക്കാറുണ്ട്. ഞാനൊക്കെ വിശ്വസിക്കുന്നത് ശരീരത്തിലെ ഒരു ഭാഗമാണ് മനസ്സെന്ന് പറയുന്നത്. ഈ ഹോൾ ബോഡിയാണ് നമ്മുടെ ആവശ്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് വിശപ്പായിക്കോട്ടെ, നമ്മൾ ഏത് തരം ഇമോഷൻസും ആയിക്കോട്ടെ, ഒക്കെ ശരീരത്തിൻ്റെ ഒരു ആവശ്യമാണ്. ചില സ്ഥലത്ത് മനസ്സുമായിട്ട് ഇത് കോറിലേറ്റഡ് ആണ്. പക്ഷെ മനസ്സിനെ നമ്മൾ വരുതിക്ക് നിർത്തിയിട്ട് നമ്മൾ പറയുക ശരീരത്തെ പീഡിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. പലപ്പോഴും കപട സദാചാരം എന്ന് വിളിക്കുന്ന അതാണ്. ശരീരത്തെ നമ്മൾ മനസ്സിലാക്കാതെ നമ്മുടെ മനസ്സിനെ കൊണ്ട് ശരീരത്തെ പ്രേരിപ്പിച്ച് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു. ഇത് വളരെ സ്മൂത്തായിട്ട് നടക്കുന്ന ഒരു കുഴപ്പമില്ല. ഇത് സ്മൂത്തായിട്ട് നടക്കില്ല. കാരണം ആവശ്യങ്ങൾക്കനുസരിച്ച് ശരീരം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ തലത്തിൽ ആണ് ഒരുപക്ഷെ ആ സിനിമ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ചില വിഷ്വൽസ് പോലും ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഇമോഷൻസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്തും അതൊരു സാധാരണ ഇമോഷനായി തന്നെ ചിത്രീകരിക്കാൻ രതീഷ് ശ്രമിച്ചിട്ടുണ്ട്. അതിന് അഭിനന്ദനമുണ്ട് കേട്ടോ. ഞാൻ അന്ന് സിനിമ ഇറങ്ങുന്ന സമയത്തും പറഞ്ഞത് ഇത് ഏത് സ്പേസിലേക്ക് പോകുമെന്ന് വിചാരിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. പക്ഷെ അത് വിചാരിക്കുന്ന സ്പേസിൽ തന്നെ നിർത്തുക, എന്നാൽ ഈ ആ അറ്റാച്ച്മെന്റ് മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ്. ആ തലത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടാതെ പോയി. അത്രയ്ക്ക് നമുക്ക് ബുദ്ധിയില്ലേ മലയാളികൾക്ക്? അല്ല, മലയാളികൾക്ക് ബുദ്ധിയില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ ഞാൻ ആളല്ല. ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. ഷൈനിയെ മുൻനിർത്തി ഉടലെന്ന സിനിമ ചർച്ച ചെയ്യപ്പെട്ടില്ല. അത് ഞാൻ സിനിമ എഴുതുമ്പോഴും സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും സിനിമ റിലീസ് ആകാൻ ഒരുങ്ങുമ്പോഴും ഒക്കെ ഞാൻ കരുതിയിരുന്നത് ഇതിൻ്റെ കൊമേഴ്ഷ്യൽ സാധ്യതകൾക്കപ്പുറം, സക്സസിനപ്പുറം
ഷൈനി പ്രതിനിധീകരിക്കുന്ന ഒരു വലിയ വിഭാഗം സ്ത്രീകളുണ്ട്. അത് ഈ പറഞ്ഞ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ സെക്സിൻ്റെ വയലൻസിൻ്റെ കാര്യത്തിലല്ല, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവരുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ സന്തോഷങ്ങൾക്കും അവരുടെ സംതൃപ്തിക്കും അനുസരിച്ച് അവരുടെ ഒരു സ്പേസ് കണ്ടെത്താനാകാതെ പോകുന്ന ഒരു വലിയ വിഭാഗം സ്ത്രീകളുണ്ട്. അവരിലൊരാളാണ് ഷൈനി. ആ നിലയിൽ ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. അതേപോലെ തന്നെ അതിനകത്ത് ഡയലോഗ്സ് ഉണ്ട്. അപ്പോൾ അവർ തമ്മിൽ ഇൻറ്റിമേറ്റ് ആയിട്ട് സംസാരിക്കുന്ന, പേഴ്സണൽ സ്പേസിൽ സംസാരിക്കുന്ന, യഥാർത്ഥത്തിൽ സിനിമ കലയാണ്, അത് പ്രതികരിക്കുന്ന വേറൊരു തരത്തിലൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടായിരുന്നു വർത്തമാനം പറയുന്നത്. ഒരു നാട്ടിൻപുറത്തുകാരി ഒരു നാട്ടിൻപുറത്തുകാരനും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു സ്പേസിൽ, അല്ലെങ്കിൽ ഫോണിൽ തന്നെ ആയിക്കോട്ടെ, പേഴ്സണൽ സ്പേസിൽ എങ്ങനെ സംസാരിക്കുന്നു ചോദിച്ചാൽ അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഡയലോഗ്സ് കണ്ടാൽ മനസ്സിലാവും. അതിനകത്ത് ഒരു തരത്തിലുള്ള പോളിഷ്നെസ്സും ഇല്ല. അത് മനഃപൂർവ്വം അത്തരം ഡയലോഗ്സും ഭാഷയൊക്കെ ഉപയോഗിക്കുമ്പോൾ, എഴുതിയത് രതീഷ് തന്നെയല്ലേ, അപ്പോൾ ആ ഭാഷയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് എവിടെയാണ് കൊള്ളേണ്ടത് എന്നുദ്ദേശിച്ച് തന്നെയല്ലേ എഴുതിയത്? തീർച്ചയായിട്ടും. ഇത് നമ്മൾ എത്ര മറച്ചു വെച്ചാലും, ഞാൻ ഇതിന് എത്ര പോളിഷ്ഡ് ആയിട്ട് മറുപടി പറഞ്ഞാലും, നമ്മൾ ജീവിതത്തിൽ കാണുന്നതല്ലേ, നമ്മൾ കടന്നു വരുന്നതല്ലേ. ഇപ്പോൾ നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടാകാം, ഞാൻ കടന്നു വന്നിട്ടുണ്ടാകാം, എല്ലാവർക്കും. രതീഷ് കടന്നു വന്നു എന്നാണ് ധ്യാൻ പറഞ്ഞത്. ഈ ഒരു ആരോപണം ഇപ്പോഴും 2 വർഷം കഴിയുമ്പോഴും ധ്യാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഇത്തരം കാര്യങ്ങളെ പോളിഷ് ചെയ്ത് വെക്കാം, സിമ്പിളാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ആ നമ്മുടെ ഉദ്ദേശത്തിലേക്ക് ആ സിനിമ എത്തി. അപ്പോൾ ഒന്നും മറച്ചു വെക്കേണ്ടതില്ല. ഇപ്പോൾ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ചുറ്റും നിൽക്കുന്നവരെല്ലാം എന്നേക്കാൾ വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർ പറയുന്നുണ്ട്, മോനെ ഇത് സർട്ടിഫിക്കറ്റിലേക്കാണ് പോകുന്നത്. ഞാൻ വറി ചെയ്തിട്ടേ ഇല്ല, ഞാൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ആസ് എക്സ്പെക്റ്റഡ് സർട്ടിഫിക്കറ്റാണ് കിട്ടിയത്. അങ്ങനെയൊക്കെ വറി ചെയ്ത് സിനിമ ചെയ്താൽ പാടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ആ സിനിമ എത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള കൃത്രിമത്വമോ ഒരു തരത്തിലുള്ള പോളിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളോ വേണ്ട എന്ന് മനഃപൂർവ്വം ആലോചിച്ചെടുത്ത് തീരുമാനിച്ചതും എഴുതിയതുമാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, തീർത്തും പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്പേസിൽ നമ്മൾ ഇങ്ങനെയാണോ? അതെ അതെ. ക്യാമറ ഓഫ് ചെയ്താൽ നമ്മൾ രണ്ടുപേരും ഇങ്ങനെയാണോ? അല്ല. അതുകൊണ്ടാണ് ഇത് 2 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നതും എന്നോട് ചോദിക്കാൻ പറ്റും. 2 കാര്യങ്ങൾ കൊണ്ട് തന്നെ അതിനകത്ത് എളുപ്പത്തിൽ ചോദിക്കാം. ഒന്നെന്ന് പറയുന്നത്, ആ ജനാലയിൽ പിടിച്ചിട്ട് ധ്യാൻ നിൽക്കുന്ന ഒരു ഷോട്ടിൽ അവൾ പുറകുന്ന ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു സംഗതിയെ നേരിടാനാണ് പറയുന്നത്. അപ്പോൾ ഇയാളുടെ മുഖത്ത് വരുന്നൊരു സാധനമുണ്ട്. ഒരുപക്ഷെ ധ്യാൻ ആദ്യമായിട്ടാണ് അത്ര സൂപ്പറായിട്ട് കാണുന്നത്, അഭിനയിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈവൻ കൊള്ളാലോ എന്ന് തോന്നുന്ന ഒരു സാധനമില്ല. ഞാൻ വളരെ രസകരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ബീഡി കത്തിക്കുന്ന ഇന്ദ്രൻ സേട്ടൻ്റെ ഷോട്ട് ഉണ്ടല്ലോ, അത് ഡ്രാമാറ്റിക് ആണ്. അത്രയും ഡ്രാമ വേണം സത്യത്തിൽ ആ തിയേറ്ററിൽ അതിന് വേണ്ടിയിട്ട്. അതെ, അത് 2 ഷോട്ടും ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, മോണിറ്റർ ചെയ്യുന്ന സമയത്തും ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ എന്തായിരുന്നു മനസ്സിൽ തോന്നിയത്? ഇപ്പൊ ആദ്യം ധ്യാന്റെ കാര്യത്തിലേക്ക് വരാം. ഭർത്തൃമതിയായ ഒരു കാമുകി അവളുടെ ദുസ്സഹമായ ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിനക്കെന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ, ധ്യാനെന്നല്ല, ലോകത്തിലെ ഏത് കാമുകനും അങ്ങനെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കിരൺ എന്ന കഥാപാത്രത്തെ സംബന്ധിച്ചത് താൽക്കാലിക സൗകര്യമാണ്. എങ്കിലും അയാൾക്ക് മാനസിക അടുപ്പമുണ്ട്. എന്നാലും അതിനപ്പുറത്തേക്കൊന്നും അയാൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. 5-6 വയസ്സുള്ള ഒരു പയ്യന്റെ അമ്മയാണ്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായി വരുന്നതാണ് ധ്യാന്റെ മുഖത്ത് വന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ആഗ്രഹിച്ചതും ഞാൻ പ്രതീക്ഷിച്ചതും അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് പിന്നെ ഈ കാണുന്നവർക്കും അത് റിലേറ്റ് ചെയ്യും. മറ്റത് എന്താണ്, നമ്മൾ എന്തൊക്കെ വാചകം അടിച്ചാലും നമ്മളൊരു കൊമേഴ്ഷ്യൽ സിനിമ കൂടിയാണ് ചെയ്യുന്നത്. ഇന്റർവൽ ബ്ലോക്കിൽ ഇന്ദ്രൻ സേട്ടൻ ബീഡി കത്തിക്കുമ്പോൾ അതിനൊരു രജനീകാന്തിസം വേണം, അവിടെയെങ്കിലും ഒരു രജനീകാന്തിസം വേണം എന്ന് നമ്മൾ ആലോചിച്ചിരുന്നു. പിന്നെ ഷൂട്ട് വരുമ്പോൾ നമ്മളൊരു ആലോചനയും പ്ലാനും ഒക്കെ ഉണ്ടാവുമല്ലോ, അതെങ്ങനെ പോർട്രേറ്റ് ചെയ്യാം, ഏതൊക്കെ ആക്സസിൽ വെക്കാം, എങ്ങനെയൊക്കെ ഏത് ആംഗിളിൽ എടുത്താൽ അത് എഫക്റ്റീവ് ആകും, അതേസമയം ഒരു മ്യൂസിക്കൽ ബിൽഡപ്പിനുള്ള സാധ്യതയുണ്ടാവും, സ്പേസ് വേണം, ആരാണെന്നുള്ള. അപ്പൊ അതിനൊടുവിൽ വേണമല്ലോ റിവീൽ. അങ്ങനെയാണ് ആ ഷോട്ട്. അവിടെയാണ് ത്രില്ലിംഗ് ആവുന്നത്. ബ്രേക്ക് വേണ്ടാന്ന് വിചാരിച്ചത്, അത് ഒരുമിച്ച് കണ്ടാൽ മതി എന്നായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ അത്രത്തോളം അംഗീകരിക്കപ്പെടുമോ സ്വീകരിക്കപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാകണ്ട. ഇന്ദ്രൻ സേട്ടനെ മോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥിരോത്സാഹിയായ ഒരു നാട്ടിൻപുറത്തുകാരൻ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇയാൾ 90 വയസ്സായാലും അവരങ്ങനെ തന്നെ പ്രവർത്തിക്കും, വീണാലും എണീറ്റ് വരും. ആ ക്യാരക്ടർ മോൾഡ് ചെയ്യുന്ന സമയത്ത് അയാൾ ആവശ്യമുണ്ടല്ലോ, പിന്നീട് അങ്ങനെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അയാൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള സാധനം ഇടയ്ക്ക് ഷോർട്സിൽ ഇട്ടു പോകുന്നത്. അങ്ങനെ ഒരാളിനെ എവിടെയെങ്കിലും മനസ്സിൽ കണ്ടതാണോ? ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ എവിടെയെങ്കിലും ഒരാൾ പർട്ടിക്കുലർ, ഞാൻ അയാളെ പറയുന്നില്ല,
ഒരാൾ പർട്ടിക്കുലറായിട്ട് എൻ്റെ നാട്ടിലുള്ള ഒരാളുണ്ട്. ഓ. ഞാൻ നമ്മൾ മുമ്പ് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഈ പെർസെവറൻസ് എന്ന് പറയുന്ന ഒരു സംഗതി പഴയ തലമുറയിലുള്ള അത്രത്തോളം നമ്മുടെ തലമുറകളിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പഴയ തലമുറ അവർ ജീവിതം പോരാടി നേടിയതാണ്. അത് ജനനം മുതൽ അങ്ങനെയാണ്. അവരുടെ പഴയ തലമുറയിൽ ആലോചിച്ച് നോക്കൂ, 10-12 മക്കളുണ്ട്. ഒരു ഉരുള ചോറ് കൂടുതൽ കിട്ടാൻ വേണ്ടി പോലും പോരാടേണ്ടി വരും, മത്സരിക്കേണ്ടി വരും. ജീവിതം പോരാടി നേടിയതാണ് ആ പഴയ തലമുറ. അവരുടെ ആ പോരാട്ട വീര്യം, അവർ ഒരു പട്ടിണി ഇല്ലാത്ത ജീവിതം നേടിയെടുക്കാൻ പോലും പഴയ തലമുറ അനുഭവിച്ചൊരു പോരാട്ട വീര്യം ഉണ്ട്, അല്ലെങ്കിൽ കാണിച്ചൊരു പോരാട്ട വീര്യം. അതൊരു എന്നെ ഭയങ്കരമായിട്ട് പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു സംഗതിയാണ്. എപ്പോഴും ഞാൻ പഴയ ആളുകളെ പല സാഹചര്യങ്ങളിലും അവരുടെ ജീവിത സാഹചര്യങ്ങളെ അവരെങ്ങനെയാണ് നേരിടുന്നതെന്ന് കീനായിട്ട് വാച്ച് ചെയ്തിട്ടുണ്ട്. അവർ പാറ പോലെ ഉറച്ചു നിൽക്കും. നേരത്തെ പറഞ്ഞ പോലെ വീണാലും അവർ എഴുന്നേറ്റ് വരും. അവർ പതറൂല, അവരാരുടെ മുമ്പിൽ തോക്കില്ല. ബോഡി ലാംഗ്വേജ് സ്കെൽറ്റാണ്, പക്ഷേ അച്ചീവ് ചെയ്യേണ്ട സാധനം അച്ചീവ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ചുറ്റുപാടുള്ള ജീവിത പരിസരത്തുള്ള പഴയ ആളുകളെ നോക്കും. അവരെവിടെയെങ്കിലും എന്തിൻ്റെ കാര്യത്തിലെങ്കിലും അവരുടെ പോളിസി വിട്ട് തോക്കും എന്ന് കരുതുന്നുണ്ടോ? ഈ സിനിമയൊക്കെ വരുമ്പോഴും ഇതിനപ്പുറത്തേക്ക് ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ലൈഫ് രതീഷിനുണ്ട്. കുറേ ഭാഷകൾ പഠിച്ചു, കുറേ നാടുകൾ ചുറ്റി, ഒരുപാട് ജോലികൾ ചെയ്തു, ജേർണലിസ്റ്റായിട്ടും ആർജുവായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നു. അതൊക്കെ ഒരു വലിയ കാലഘട്ടമാണ്, നീണ്ട കാലഘട്ടത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. പക്ഷേ എനിക്ക് പർട്ടിക്കുലർ ഷോ എന്ന് പറയുന്നത് സിറ്റിസൺ ജേർണലിസം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ബൂമായിട്ടുള്ള സിറ്റിസൺ ജേർണലിസ്റ്റുകളെ ഒരുപാട് കാണുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ അമൃതയിൽ സിറ്റിസൺ ജേർണലിസം ഷോ ചെയ്യുമ്പോൾ അതിനകത്ത് കണ്ടസ്റ്റൻറ്റും ഞാൻ പ്രൊഡ്യൂസറുമായിരുന്നു. അപ്പോൾ അതിനകത്ത് ആ ഷോ ചെയ്യുന്ന സമയത്ത് രതീഷ് വന്നിട്ട് അവസാനം നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഫൈനൽ റൗണ്ടിൽ ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ അവിടുത്തെ ലോഡ്ജിലാണ് ഈ പെൺവാണിപ്പത്തെ സംബന്ധിച്ചിട്ടുള്ള അറിവ് കിട്ടിയിട്ട് നമ്മൾ അവിടേക്ക് പോകുന്നത്. അകത്തേക്ക് ഒരു ക്യാമറയും കൊണ്ട് രതീഷ് പോകുന്നു, നമ്മൾ പുറത്ത് നിന്നിട്ട് മറ്റൊരു ക്യാമറയിൽ ഷൂട്ട് ചെയ്യാണ്. അകത്തേക്ക് പോകുമ്പോൾ രതീഷ് ഒറ്റയ്ക്കാണ്, ക്യാമറ മാത്രമേ ഒപ്പുള്ളൂ, പുറത്ത് ഞങ്ങളുണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇതിനകത്ത് പോയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യണം. അതൊരു പക്ഷേ ഇത്രയും കാലത്തെ അനുഭവജ്ഞാനം കൊണ്ട് അതിനകത്തേക്ക് കയറാൻ പറ്റും. പക്ഷെ അകത്ത് കയറിയപ്പോൾ പതറിയത് എപ്പോഴാണ്? അങ്ങനെ പതർച്ചയൊന്നും ഉണ്ടായില്ല. ഈ പറഞ്ഞ ഭാഷ എന്നെ സഹായിച്ചു, ഓർമ്മയില്ലേ? ആ പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് വിറ്റത്, ഹോട്ടൽ ഉടമയ്ക്ക് വിറ്റത് ആ പെൺകുട്ടിയുടെ സഹോദരന്റെ ഭാര്യയാണ്, ജയ എന്നാണ് ആ പെൺകുട്ടി. തമിഴാണ്. അകത്ത് ചെന്നപ്പോൾ തമിഴ് സംസാരിക്കുന്ന പെൺകുട്ടിയാണ്. അപ്പൊ എനിക്ക് തമിഴ് അറിയാമെന്നുള്ളത് എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചു. ഇല്ലെങ്കിൽ ഞാൻ അവിടെ പെട്ടേനെ. ഞാൻ ആ മുറിയിലേക്ക് എന്നെ ആ മുറിയിലേക്ക് ഹോട്ടൽ മാനേജർ കൊണ്ടുപോകുന്നു. എന്നെ ആ മുറിക്കുള്ളിലേക്ക് കടത്തി വിട്ടിട്ട് മുറി പുറത്തുനിന്ന് പൂട്ടുകയാണ്. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പുറത്തു വരാൻ പറ്റില്ല. അപ്പോൾ പുറത്തുനിന്ന് പൂട്ടപ്പെട്ട് ഒരു റൂമിനുള്ളിലേക്ക് നമ്മൾ കയറുമ്പോൾ ആ പെൺകുട്ടി ജോലിക്ക് തയ്യാറെടുക്കുകയാണ്. അവളുടെ ജോലിക്ക് തയ്യാറെടുക്കുകയാണ്. അവൾ പൂർണ്ണ നഗ്നയായി എൻ്റെ മുമ്പിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ കിടക്കുന്ന ഒരു യുവതിയോട് ഞാൻ ഇതിനല്ല വന്നത്, എനിക്ക് നിന്റെ ജീവിതം അറിയണമെന്ന് പറഞ്ഞ് അയാളെ 20 മിനിറ്റ് സമയമുള്ളൂ. അവിടെ ഭാഷ എന്നെ സഹായിച്ചിട്ട് ഞാൻ തിരിച്ച് ഡ്രസ്സ് എടുത്തിടാൻ പറഞ്ഞു. അപ്പോൾ അവൾ ഇങ്ങോട്ട് പറയുന്നുണ്ട്, ജയ എന്നോട് സാർ 20 മിനിറ്റ് സമയമുള്ളൂ, നിങ്ങളുടെ പൈസ വെറുതെ പോകും. ഒളി ക്യാമറയാണ് കയ്യിൽ, എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടെന്ന് അയാൾക്ക് അറിയില്ല. അതൊരു എന്താണ് ഞാൻ പറഞ്ഞില്ലേ, അത് ഈ നിലയിലൊന്നും ലളിതമായിട്ട് പറയാവുന്ന ഒന്നല്ല. എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു മുറിവായിട്ടും ഒരു വേദനയായിട്ടും കിടക്കുന്ന ഒരു സംഗതിയാണ്. കാരണം അത്രമേൽ അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അയാളെ രക്ഷിക്കാൻ പറ്റിയെന്നുള്ളത് ഒരു ചാരിതാർത്ഥ്യമുണ്ട് അക്കാര്യത്തിൽ. സഹോദരൻ്റെ ഭാര്യ കൊണ്ടുവന്നൊരു ഹോട്ടൽ ഉടമയ്ക്ക് വിൽക്കുന്നു, അവളെ മുറിയിൽ പൂട്ടിയിട്ട് ലൈംഗിക വൃത്തിക്കായി പ്രേരിപ്പിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ ഞാൻ സംസാരിച്ചപ്പോൾ 10 മുതൽ 15 പേർ വരെ വരും ഒരു ദിവസം. അവർക്കെല്ലാം സ്വന്തം ശരീരം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. പൊട്ടിക്കരഞ്ഞിരുന്നവർ, നമ്മുടെ വിഷ്വലിൽ അതുണ്ട്. പിന്നീട് ജയെ കോടതി ഇടപെട്ട് നാട്ടിലേക്ക് വിട്ടു. പിന്നീട് എനിക്ക് എന്നെ അമൃത ടി വി അക്കൗണ്ടന്റിന് ശേഷം ജയ എവിടെയാന്നൊക്കെ അന്വേഷിക്കാനൊക്കെ ശ്രമം നടത്തിയത്. അതൊന്നും നടക്കില്ല, അതൊന്നും പിന്നെ കണ്ടെത്താനൊന്നും പറ്റിയില്ല. പക്ഷെ അയാൾ 9 മാസം അനുഭവിച്ചൊരു അവസ്ഥ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതല്ല. 22 വയസ്സുള്ള ഒരു യുവതി നമ്മുടെ നാട്ടിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഒരു ഹോട്ടൽ മുറിക്കുള്ളിൽ പൂട്ടിയിടപ്പെട്ട് വേശ്യാവൃത്തി നിർബന്ധിച്ച് ചെയ്യപ്പെടേണ്ടി വന്ന ഒരാളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്നുള്ളൊരു അതൊരു വിങ്ങലാണ്. ഇപ്പോഴും അതൊരു വലിയ വേദനയാണ്. ഞാനിപ്പോഴും തേടാറുണ്ട്, അവരെവിടെയായിരിക്കും, അവർ ആ ജോലി തന്നെ തുടരേണ്ടി വന്നിട്ടുണ്ടാവോ? അതെ, അറിയില്ല. തങ്കമണിയിലേക്ക് വന്നാൽ
ഈ തങ്കമണിയുടെ വേദനയിൽ നീതി നിഷേധം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് കരുതുന്ന ഒരാൾ കൂടിയാണ്. റിസർച്ചിന്റെ ഭാഗമായിട്ടും അല്ല സ്വാഭാവികമായിട്ടും അവിടെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഈ അവർക്ക് നീതി കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാവുമോ? നീതി എന്ന ഇൻ ദ സെൻസ് ധാർമ്മികമായ നീതി, നിയമപരമായ നീതി എന്നതിനൊക്കെ അപ്പുറമുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ. നിയമപരമായ ഒരു നീതിയൊക്കെ ഇനി സാധ്യമാകുമെന്ന് എനിക്കറിയില്ല. ധാർമ്മികമായ ഒന്നുണ്ട്. നമ്മുടെ എന്താണ്, നമ്മൾ ഒരു സംഭവത്തോട് അധികാരവും ഭരണകൂടവും ഒക്കെ എങ്ങനെ പെരുമാറണം എന്നുള്ളതൊരു ഈ അടുത്ത കാലത്ത് അതിൻ്റെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് DGP ജേക്കബ് പുന്നൂസുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം അത് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ, പോലീസ് അട്രോസിറ്റിയെക്കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത് അദ്ദേഹത്തെയാണ്. അത് ADGP ആണ്. അദ്ദേഹം പറഞ്ഞത് അത്ഭുതപ്പെട്ടു പോകും കേട്ടാൽ നമ്മൾ. അതായത് നമ്മുടെ ജീവിത പരിസരത്ത് ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളതൊരു സംഗതിയാണ്. അത്രമേൽ പോലീസ് ബ്രൂട്ടാലിറ്റി അവിടെ നടന്നിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 35 കൊല്ലം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പോഴും കാര്യം വ്യത്യസ്തമൊന്നുമല്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, നമ്മുടെ ആരുടെയും കുടുംബത്തിനുള്ളിലേക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് വരാം. 1986 ആയതുകൊണ്ട് മാത്രമൊന്നുമല്ല, അതിനുശേഷം ചെറുതും വലുതുമായ എത്രയോ സംഭവങ്ങൾ. അത് ഈ ഭരണകൂട ഭീകരത എന്ന് പറയുന്നത് അതെല്ലാ കാലത്തും അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരുന്നതേ ഉള്ളൂ. നമ്മൾ കാലം നീട്ടിയിട്ട് AC-യിലിരുന്ന് നമ്മളിത് സിനിമ കണ്ടിറങ്ങി ഇങ്ങനെ പോരുകയാണ്. എല്ലാ ദുരന്തങ്ങളും മറ്റുള്ളവർക്കുള്ളതാണല്ലോ. നമുക്കൊരു ദുരന്തവും വരില്ലെന്ന വിശ്വാസത്തിലാണ് ഓരോ മനുഷ്യനും. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ദുരന്തം വരുന്നത് വരെ നമ്മുടെ വിശ്വാസം അതല്ലേ. ഇപ്പൊ റോഡിലൊരു ആക്സിഡന്റ് കണ്ടാൽ ഒരാൾ ആക്സിഡന്റിൽ മരിച്ചുപോയി, അതേ ഇടത്താണ് നമ്മൾ നിൽക്കുന്നത്. വാഹനങ്ങൾ പിന്നാലെ വരുന്നത് നമ്മളാണെന്ന് മനസ്സിലാക്കുന്നില്ല, ചിന്തിക്കാറില്ല. എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഏത് സമയവും നമ്മുടെ ആരുടെയും ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒന്ന് ഈ സിനിമയിലുണ്ട്. അത് നമ്മൾ കണ്ടു തന്നെ അറിയണം. തീർച്ചയായിട്ടും ആ സിനിമ കാണാം. ദിലീപേട്ടനെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ദിലീപേട്ടൻ്റെ ഫസ്റ്റ് ഷോട്ട് റിസ്കി ഷോട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദിലീപേട്ടനെ പോലെ ഒരാളെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒരു ഷോട്ട് ചെയ്യിപ്പിക്കുമ്പോൾ കുറച്ചൊരു ആത്മവിശ്വാസം കൂടുതൽ വേണം. അത് പല സാഹചര്യങ്ങൾ കൊണ്ടാണ്. ചിലപ്പോൾ നമുക്ക് ആ എക്യുപ്മെന്റ് നമ്മൾ പതിവായിട്ട് മലയാള സിനിമയിൽ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് അല്ലാതെ നമ്മൾ കാണാത്തൊരു ആംഗിളിലുള്ള ഒരു ഷോട്ടാണ്. ആ സിനിമ അങ്ങനൊന്നും ഇല്ല, ചെറിയൊരു സംഭവമാണ്. അല്ല, എങ്ങനെയാണ് സംഭവം എന്ന് പറയാം? ദിലീപേട്ടൻ വരുമ്പോൾ നമ്മൾ ആ ഷോട്ടിന്റെ പ്ലാനിലാണ്. ഫസ്റ്റ് ഡേ നമ്മൾ ഷൂട്ട് തുടങ്ങി 12ാമത്തെ ദിവസമാണ്. അപ്പോൾ പ്ലാൻ പറഞ്ഞപ്പോൾ ഒരു 200 മീറ്ററോളം ദിലീപേട്ടന്റെ ഫസ്റ്റ് ഷോട്ടാണ് ഈ സിനിമയിൽ. ഒരു 200 മീറ്റർ ഓടണം, 200-250 മീറ്റർ ഓടണം ഒരു റബ്ബർ എസ്റ്റേറ്റിലൂടെ. അതിന്റെ അറിയാലോ, എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ലാൻഡ് അത്ര ക്ലിയർ ഒന്നും ആയിരിക്കില്ല, അത് കുണ്ടും കുഴിയൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ആദ്യം പുള്ളിക്കൊരു വന്നിറങ്ങിയല്ലേ ഉള്ളൂ, അത് ആർക്കാണേലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. പുള്ളിക്ക് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും നമുക്ക് ചുറ്റും നിൽക്കുന്ന ആരും തന്നെ ഈ സംഗതി ഉപയോഗിച്ചിട്ടില്ല. ഞാനുണ്ട്, ഫൈറ്റ് മാസ്റ്റർ ഉണ്ട്, ബാക്കിയുള്ളവരെല്ലാം ഉണ്ട്. ആരും തന്നെ ഈ സംഗതി അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അത് കുറച്ച് റിസ്ക്കുമാണ്. അപ്പോൾ പലതരത്തിലുള്ള പ്ലാനിങ് നടന്നു. ഉച്ച മുതൽ പ്ലാനിങ് ഉണ്ട്. നമുക്കൊരു ഡെസ്കിലാണ് ഇത് എടുക്കേണ്ടത്. ഫൈറ്റ് മാസ്റ്റർ ഒരു പ്ലാൻ വെച്ചു, അത് ട്രൈ ചെയ്ത് നോക്കി, ഫൈറ്റേഴ്സിനെ വെച്ച് വർക്കാവുന്നില്ല. എൻ്റെ ഒരു പ്ലാൻ വെച്ചു, അത് വർക്കാവുന്നില്ല. പിന്നെ ഒരു പ്ലാൻ സിയിൽ നിൽക്കുകയാണ്, വർക്ക് ആയാലായി എന്നുള്ളതാണ്. അതിലേക്കാണ് വന്നത്. പക്ഷേ ഈ പറഞ്ഞ ആദ്യം തന്നെ ഇത്രയും ദൂരം ഓടുക എന്നൊക്കെ പറഞ്ഞാൽ എന്ന് പറയുന്നത്, അത് ഇങ്ങനെ ഒരു സർഫസിൽ ഓടുക എന്നൊക്കെ പറയുന്നൊരു ബുദ്ധിമുട്ടാണല്ലോ എന്നുള്ളൊരു തരത്തിൽ വന്നിരുന്നു. പക്ഷെ ഞാനത് പറഞ്ഞു, ഇതിലൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, സക്സസ് ആവുന്നില്ലെങ്കിൽ വിടാൻ, നമുക്ക് വേറെ പരിപാടികളുണ്ടല്ലോ, നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം എന്ന് പറയും. പക്ഷേ ദിലീപിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഇപ്പം നമ്മളൊരു സംഗതി പറഞ്ഞു, ഇപ്പോൾ റിസ്കി ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത 50-50 ആണെന്നൊക്കെ പറഞ്ഞാൽ പുള്ളി അത് അച്ചീവ് ചെയ്തിട്ടേ മാറും. അത് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് പുള്ളിക്ക്. നമ്മളൊരു ഐഡിയ പറയാണ്, ഞാനിപ്പോൾ ആരുടെയും കൂടെ നിന്ന് സിനിമ ചെയ്ത് പഠിച്ച ഒരാളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ഓൾവേസ് അല്ലേ. നമുക്കതാ ഇറങ്ങി നിന്ന് ചെയ്യുമ്പോൾ അനുഭവം എന്ന് പറയുന്നൊരു വലിയ സംഭവമാണ്. അത് ഞാൻ ഈ 2 സിനിമ കൊണ്ട് പഠിച്ചാണ്. അപ്പോൾ ആ എൻ്റെ എക്സ്പീരിയൻസിനെ കവറപ്പ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട്, നമുക്ക് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ, ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ളൊരു
എക്സ്പീരിയൻസ് നമുക്കില്ലല്ലോ. നമുക്ക് ഐഡിയ പറയാൻ പറ്റും. ഈ സിനിമയിലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഐഡിയ പറയുകയും അദ്ദേഹം ആ ഐഡിയ എൻഹാൻസ് ചെയ്ത് പുള്ളി എക്സിക്യൂട്ട് ചെയ്തതുമായിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. ഓ അതിനെന്താ ക്യാമറ അവിടെ വെക്കൂ മോനെ, ഇത് ക്യാമറ അവിടെ വെച്ചേ, നീ ഫസ്റ്റ് ഷോട്ട് എടുത്ത് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. ഇതെന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ഇങ്ങനൊന്ന് ഇപ്പോൾ ഇതിൽ പുള്ളി കമ്പോസ് ചെയ്തൊരു ഫൈറ്റ് ഉണ്ട്. അതേത് ഫൈറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അങ്ങനെ ഒരു ഫൈറ്റ് എടുത്തിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു ഫൈറ്റ് എടുക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ഫൈറ്റ് വേണം. ഫൈറ്റേഴ്സ് റെഡിയാണ്, ഫൈറ്റ് മാസ്റ്റർ ഉണ്ട്, ഫൈറ്റ് മാസ്റ്ററോട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ദിലീപേട്ടൻ രാവിലെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ദിലീപേട്ടാ നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു ഫൈറ്റാണ്, ഞാനിത് എടുത്തിട്ടില്ലല്ലോ, ഞാനിത് എടുക്കുന്നത് കണ്ടിട്ടുമില്ല, അപ്പം ഇതൊന്ന് കൈകാര്യം ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. അവർ ആനന്ദ് ഹരീഷ് ഭായി നമുക്ക് നോക്കാം, മോൻ്റെ പ്ലാൻ എന്താണ്, മോൻ്റെ ഇതെന്താണ്, ഇങ്ങനെയാണ് കണ്ടോ, നീറ്റ് ആൻഡ് ക്ലിയർ 3 ദിവസം ഫുള്ളി എക്സിക്യൂട്ട് ചെയ്തതാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സിനിമയിലെ ഫൈറ്റ്. ചില സംഗതികളൊക്കെ പുള്ളി വെക്കുന്നത് കണ്ടാൽ ഫൈറ്റും കൂടിയാണെന്ന് ആലോചിക്കണം. അവിടെയാണ് ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു സംഗതി. പക്ഷേ പുള്ളി ഓരോ ഘട്ടത്തിലും നമ്മളോട് ചോദിക്കുകയും ചെയ്യും, മോൻ ഉദ്ദേശിച്ചതാണോ, ദിലീഷ് ഭായി ഇങ്ങനെ തന്നെയല്ലേ, എൻ്റെ മീറ്റർ കറക്റ്റാണ്, ഇതെല്ലാം ചോദിക്കും. പക്ഷെ അത് എനിക്കറിയില്ല, അത് 30 വർഷത്തെ അങ്ങനെ ഇപ്പോൾ ചിലപ്പോൾ ഹൈലി ഇൻറ്റൻസ് ആയിട്ടുള്ള ചില ഇമോഷണൽ സീൻസ്, അതിൻ്റെ പ്രിപ്പറേഷൻസ് നടക്കും. അപ്പോൾ നമുക്ക് ചില ഇടങ്ങളിൽ നമ്മളൊന്ന് കൺഫ്യൂസ് ആകും. നേരത്തെ പറഞ്ഞ എക്സ്പീരിയൻസിൻ്റെ പ്രശ്നമാണ്. ഇപ്പം നമുക്ക് എപ്പോഴും അപ്രോച്ച് ചെയ്യാവുന്ന ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്ക് തന്ന ഒരു കോൺഫിഡൻസ് ചില്ലറയല്ല. അത് എപ്പോഴും പോയിട്ട് ചോദിക്കാം, ഇതിലൂടെ ഇത് ഇങ്ങനെ വന്നാൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ ശരിയാകുമോ, അതോ എൻ്റെ കയ്യിലുള്ള, അപ്പോൾ ചോദിക്കും എന്താണ് നിൻ്റെ പ്ലാൻ ബി എന്താ, അതോ ഇങ്ങനെ മതിയോ. നമ്മളൊരു ഡബിൾ മൈൻഡഡ് ആയിട്ട് നിൽക്കത്തില്ലേ, ഇങ്ങനെ മതിയോ ഇങ്ങനെ വേണോ എന്ന് പറയുന്ന ആ ഡബിൾ മൈൻഡഡ്, എപ്പോൾ ഞാൻ ഡബിൾ മൈൻഡഡ് ആയിട്ടുണ്ടോ അപ്പോഴെല്ലാം എൻ്റെ കൈ പിടിച്ചെടുത്തത് പുള്ളിയാണ്. എല്ലാം ആദ്യത്തെ പ്ലാൻ തന്നെയല്ലേ നല്ലേ, നീ വെച്ച് നോക്ക്, നീ മാസ്റ്റർ എടുക്കുമ്പോൾ നിനക്ക് അറിയാൻ പറ്റും, മോനത് ചെയ്ത് നോക്ക്, ഇത് ഞാനിവിടെ ഉണ്ടല്ലോ, എത്ര സമയം വേണമെങ്കിലും നമുക്ക്. അതും എന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 5 കൊല്ലോ 10 കൊല്ലോ ഏടിയായിട്ട് നിൽക്കുന്നതിൻ്റെ ഗുണം എനിക്ക് പുള്ളിയുടെ സാമീപ്യം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളി. ശരിക്കും ഒരു ഇമോഷണൽ ഡ്രാമയാണ്, അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ മനസ്സിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? ഇമോഷണൽ ഡ്രാമ എന്ന് പറഞ്ഞാൽ ഞാൻ ആ വാക്ക് അങ്ങനെ ഒരു ടേം ഉപയോഗിക്കുന്നതേ ഉള്ളൂ. എൻ്റെ ഒരു സിനിമ കാഴ്ചപ്പാട്, സിനിമ എന്ന് നമ്മൾ പറയുന്നു, കഥാപാത്രങ്ങൾ എന്ന് നമ്മൾ പറയുന്നു, നമ്മൾ തിരശ്ശീലയിൽ കാണുന്ന ഒരു ജീവിതമാണത്. ഇല്ല, ജീവിതം ഇല്ലാതെ ഒരു സിനിമ ഉണ്ടാക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഉടല് കുറേ മനുഷ്യരുടെ പച്ചയായ ജീവിതങ്ങളാണ്. ഇതൊരു കുടുംബത്തിൻ്റെ, ആബേൽ ജോഷുവ മാത്തൻ്റെയും അയാളുടെ കുടുംബത്തിൻ്റെയും അയാളുടെ ജീവിത പരിസരത്തിൻ്റെയും ഉള്ളവരുടെയും ജീവിതമാണ്. അതിനെ അങ്ങനെയാണ് കാണേണ്ടതും. തീർച്ചയായിട്ടും അന്ന് ചോദിച്ചതുപോലെ തന്നെ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിലാണ്. ആ പ്രതീക്ഷയിലാണ് ഞാൻ പോകാൻ പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും തങ്കമണി തിയേറ്ററിൽ തന്നെ കാണണം. നന്ദിയുണ്ട് സംസാരിക്കാൻ. സന്തോഷം. ബാക്കി കഥകൾ നമുക്ക്